കൃഷി അനുബന്ധ മേഖല എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പരമ്പരാഗത തൊഴിൽ വ്യവസായമായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. പുത്തൻ തലമുറ കൃഷിയോടും അനുബന്ധ മേഖലകളോടും മുഖം തിരിക്കുന്നു. ന്യൂസുകളിലൊക്കെ നിത്യേന നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ BSc അഗ്രികൾച്ചർ അത്തരത്തിലൊരു കോഴ്സല്ല. വളരെ ഇന്നോവേറ്റീവും ഫ്യൂച്ചറിസ്റ്റിക്കും ആയിട്ടുള്ള ഒരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ. ഇന്ത്യയിൽ നിലവിൽ 50% ആൾക്കാർ കൃഷിയെയാണ് ഉപജീവന മാർഗമായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പോപ്പുലേഷൻ വർദ്ധിച്ചു വരികയും യൂസബിൾ ലാൻഡിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷിയിലും വൻ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്വാപോണിക്സ്, ടെറസ് ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ് എന്നിങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കൃഷി രീതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് BSc അഗ്രികൾച്ചർ എന്ന കോഴ്സിനെ പറ്റിയല്ല, മറിച്ച് BSc അഗ്രികൾച്ചർ എന്ന കോഴ്സ് തുറന്നു വെക്കുന്ന സാധ്യതകളെ പറ്റിയിട്ടാണ്. വെൽക്കം ടു ഇന്ത്യ കരിയർ. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വർഷം കേരളത്തിലെ കോളേജുകളിൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളായിട്ടുള്ള ഓണേഴ്സ് ഡിഗ്രികൾക്ക് തുടക്കമിടുകയാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കേരളത്തിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളിൽ BSc അഗ്രികൾച്ചർ ഒരു ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും കേരളത്തിൽ 4 കോളേജുകളിലാണ് BSc അഗ്രികൾച്ചർ ഉള്ളത്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി തിരുവനന്തപുരം, കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കര തൃശൂർ, കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ വയനാട്, കോളേജ് ഓഫ് അഗ്രികൾച്ചർ പടന്നക്കാട് കാസർഗോഡ്. ഈ 4 കോളേജുകളിലേക്കും നീറ്റ് എക്സാം എഴുതിയിട്ട് അതിന്റെ റാങ്ക് ബേസിസിൽ 85% സീറ്റുകളിലേക്കും അഡ്മിഷൻ നടക്കുന്നത്. ബട്ട് അഡ്മിഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം എഴുതിയതിന് ശേഷം കീമിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. കീം എക്സാം ഇല്ല, കീമിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റിന്റെ മാർക്കിന് ബേസ് ചെയ്തിട്ടാണ് 85% സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത്. ബാക്കി 15% സീറ്റുകളിലേക്ക് ഐക്കർ വഴിയായിരുന്നു മുൻപ് അഡ്മിഷൻ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ നിലവിൽ ബാക്കി 15% സീറ്റുകളിലേക്കും ഇന്ത്യയിലെ മറ്റ് കേന്ദ്ര സർവകലാശാലകളിലേക്കും അഡ്മിഷൻ നടക്കുന്നത് CUET വഴിയാണ്. BSc അഗ്രികൾച്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രഥമ ലക്ഷ്യം PSc എഴുതി ഗവൺമെന്റ് ജോലികളിലേക്ക് കയറുക എന്നുള്ളതാണ്. അതിന് കാരണം സാധാരണയായിട്ട് ഗസറ്റഡ് ഒഴിവുകളിലേക്ക് വിളിക്കുന്ന PSc പോസ്റ്റുകളിൽ ബിരുദാനന്തര ബിരുദമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യതയായിട്ട് വെക്കാറുള്ളത്. പക്ഷെ BSc അഗ്രികൾച്ചർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അണ്ടർ ഗ്രാജുവേഷന് ശേഷം തന്നെ ഗസറ്റഡ് പദവിയിലേക്ക് നേരിട്ട് എക്സാം എഴുതി കയറാം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റേറ്റ് PScകളിൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫീസർ, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ഡിസ്ട്രിക്ട് ഹോർട്ടിക്കൾച്ചർ ഓഫീസർ, ഡിസ്ട്രിക്ട് കെയിൻ ഓഫീസർ, അസിസ്റ്റന്റ് കൺസർവേറ്റർ മുതലായ പോസ്റ്റുകളിലേക്ക് BSc അഗ്രികൾച്ചറിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതി കയറാവുന്നതാണ്. അതുപോലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിലും മികച്ച അവസരങ്ങളാണ് BSc അഗ്രികൾച്ചറൽ ഗ്രാജുവേറ്റ്സിനെ കാത്തിരിക്കുന്നത്. ഫീൽഡ് ഓഫീസർ, റൂറൽ ഡെവലപ്മെന്റ് ഓഫീസർ, ജൂനിയർ അഗ്രികൾച്ചറൽ അസോസിയേറ്റ്, അഗ്രികൾച്ചറൽ ആൻഡ് പ്രൊബേഷണറി ഓഫീസർ മുതലായ തസ്തികകളിലേക്ക് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി കയറാവുന്നതാണ്. BSc അഗ്രികൾച്ചർ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc മാത്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോർ പേപ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ BSc അഗ്രികൾച്ചറിന് ശേഷം ഫാർമസ്യൂട്ടിക്കൽ മേഖല അതുപോലെ ബയോടെക്നോളജിയിലൊക്കെ ഹയർ സ്റ്റഡീസിന് PG സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഡയറക്റ്റ് ബയോടെക്നോളജിയിലേക്കൊക്കെ ഒരു ഡിഗ്രി എടുക്കുന്നതിന് പകരം BSc അഗ്രികൾച്ചർ ഡിഗ്രി നിങ്ങളുടെ ബേസ് ആക്കി വെച്ചതുകൊണ്ട് PG വേണമെന്നുണ്ടെങ്കിൽ ബയോടെക്നോളജി പോലെയുള്ള മേഖലകളിൽ ചെയ്യാവുന്നതാണ്. BSc അഗ്രികൾച്ചർ ഒരു 4 ഇയർ ഹോണേഴ്സ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ വിദേശ സർവകലാശാലകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് PG ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് ചെയ്യാനുള്ള അവസരങ്ങളും നിരവധിയാണ്. നെതർലൻഡ്സ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ BSc അഗ്രികൾച്ചറിന്റെ ഹയർ സ്റ്റഡീസിന് വളരെ നല്ല സാധ്യതകളാണുള്ളത്. പക്ഷെ തെരഞ്ഞെടുക്കുന്ന രാജ്യത്തിനനുസരിച്ചിട്ട് ഈ രാജ്യങ്ങളിലെ ഇക്വാലൻസി എക്സാമുകൾ എഴുതേണ്ടി വരും. എന്നാൽ കൂടി വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ BSc അഗ്രികൾച്ചർ ഒരു മികച്ച ചോയ്സ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIMകൾ ഓഫർ ചെയ്യുന്ന വളരെ മികച്ചൊരു MBA പ്രോഗ്രാമാണ് അഗ്രി ബിസിനസ് മാനേജ്മെന്റ്. BSc അഗ്രികൾച്ചറിന് ശേഷം CAT എക്സാം എഴുതി IIMകളിൽ ഈ MBA പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയിലേക്ക് വളരെ മികച്ചൊരു എൻട്രി നിങ്ങൾക്ക് ലഭിക്കും. വളരെ ഉയർന്ന സാലറി പാക്കേജിനാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളായ ടാറ്റ, ബിർള പോലുള്ള ഗ്രൂപ്പുകൾ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും R&Dയും നിലവിൽ നടത്തി വരുന്നുണ്ട്. ഈ മേഖലയിലേക്ക് ഇത്തരം കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങളാണ് തുറന്നു വെക്കുന്നത്. ഇനി നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ സാധാരണയായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യം BSc അഗ്രികൾച്ചറിന് ശേഷം 2 വർഷ MSc കൂടി ഈ മേഖലയിൽ ചെയ്യുക എന്നതാണ്. അതല്ലെങ്കിൽ എൻട്രൻസ് എഴുതിയിട്ട് ഐക്കറുടെ തന്നെ സ്ഥാപനങ്ങളിൽ PhD പ്രോഗ്രാമുകൾക്കും ചേരുന്ന വിദ്യാർത്ഥികളുണ്ട്.
ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇവര് MSc ചെയ്യുന്നതിനിടയിലോ അല്ലെങ്കിൽ PhD ചെയ്യുന്നതിനിടയിലോ സ്റ്റേറ്റ് PSC എക്സാമുകളും മറ്റ് ബാങ്കിങ് എക്സാമുകളൊക്കെ ഇതിന്റെ കൂടെ തന്നെ എഴുതുന്നുണ്ടാവും. PSCയിലോ അതല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലോ ജോലി കരസ്ഥമാക്കി അങ്ങോട്ട് മാറാവുന്നതാണ്. IT രംഗത്തും BSc അഗ്രികൾച്ചർ വിദ്യാർത്ഥികളുടെ സാധ്യതകൾ നിരവധിയാണ്. ഡ്രോൺ ടെക്നോളജി, റോബോട്ടിക്സ് ഇൻ അഗ്രികൾച്ചർ, ആപ്പ് ഡെവലപ്മെന്റ്, ഇത്തരം മേഖലകളിലെല്ലാം BSc അഗ്രികൾച്ചർ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യതകളുണ്ട്. ലാർജ് സ്കെയിൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗങ്ങൾക്കൊക്കെ ഡ്രോൺ ടെക്നോളജി അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നാഷണൽ ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രോഗ്രാമുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ മാർക്കറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ആപ്പുകളും സംസ്ഥാന സർക്കാരും പ്രൈവറ്റ് സെക്ടറിലും സെൻട്രൽ ഗവൺമെന്റും ആപ്പുകളും മറ്റ് അനുബന്ധ ടെക്നോളജികളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റോബോട്ടിക്സ് ഇൻ അഗ്രികൾച്ചറും നിലവിൽ വളർന്നു വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ അത്തരത്തിൽ BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിന് IT സെക്ടറിലും മികച്ച തൊഴിലവസരങ്ങൾ തുറന്നു വരുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലാത്ത പക്ഷം നിങ്ങളൊരു ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അഗ്രി ബിസിനസ് ഇന്ന് ഇന്ത്യയിൽ നിലവിൽ തുറന്നു വയ്ക്കുന്ന സാധ്യതകൾ, ഇന്ത്യക്ക് ഇൻഡിജീനിയസ് ആയിട്ട് ഗ്രോ ചെയ്തു വരുന്ന ഇന്ത്യൻ വേൾഡ് മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന നിരവധി അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം വാല്യൂ ആഡഡ് മെറ്റീരിയൽസും പ്രോഡക്ട്സും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച വരുമാനം നിങ്ങൾക്ക് അഗ്രി ബിസിനസ്സിൽ നിന്ന് നേടാവുന്നതാണ്. എല്ലാത്തിനും ഉപരി കൃഷിയോടും സഹജീവികളോടും സമൂഹത്തോടും ഒരു എംപത്തറ്റിക് ഫീലിംഗ് ഒക്കെ ഉള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, ഇത്തരം മേഖലകളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ചൊരു കരിയർ കെട്ടിപ്പടുക്കാവുന്ന ഒരു വളരെ നല്ലൊരു കോഴ്സാണ് BSc അഗ്രികൾച്ചർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള കരിയർ റിലേറ്റഡ് കണ്ടന്റിനായിട്ട് ഇന്ത്യ കരിയർ ഫോളോ ചെയ്യുക.